ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 11 തിങ്കളാഴ്ചയാണ്. കടന്നുപോയത് വളരെ വോളറ്റൈലായിട്ടുള്ള ഒരു ആഴ്ച തന്നെയായിരുന്നു. എന്നിരുന്നാലും ഈ വോളറ്റാലിറ്റിക്കിടയിൽ നിഫ്റ്റി 1% മുകളിൽ ഉയർന്നു. പക്ഷേ അതിലും മുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളായിരുന്നു. 4%-ലധികം ഉയർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വെള്ളിയാഴ്ച നടന്നത് SBIയുടെ റിസൾട്ടുകളായിരുന്നു. റിസൾട്ടുകൾ മോശമായതിനെ തുടർന്ന് സ്റ്റോക്ക് ഏകദേശം 6.5% മുകളിൽ ഇടിഞ്ഞു. SBIയുടെ റിസൾട്ടിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ വരാം. ഇനി പൊളിറ്റിക്സിലേക്ക് വന്നാൽ തമിഴ്നാടുവിൽ നമ്മുടെ ഇളയ ദളപതി വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. വെസ്റ്റ് ബംഗാളിലേക്ക് വന്നാൽ സുവേന്ദ്രു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൽ ഇനിയും നമുക്ക് ഒരു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച SBIയുടെ റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിലേക്കൊന്ന് വരാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർച്ച് പാദത്തിലെ റിസൾട്ട് നോക്കിയാൽ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 19,684 കോടി രൂപയാണ്. അതായത് 5.6% വളർച്ചയാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 18,898 കോടി രൂപയായിട്ടാണ് എസ്റ്റിമേറ്റുകൾ ഉണ്ടായിരുന്നത്. ഇനി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 44,380 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. വിപണി പ്രതീക്ഷിച്ചിരുന്നത് 46,707 കോടി രൂപയാണ്. അതായത് എസ്റ്റിമേറ്റിനേക്കാൾ താഴെയായിട്ടാണ് NIA റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി NIM നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 2.98% നിന്ന് 2.81% കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. ബാങ്കിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11.4% കുറഞ്ഞ് 27,704 കോടി രൂപയുമായി. കമ്പനിയെ സംബന്ധിച്ച് മോശം റിസൾട്ടുകൾ ആയതുകൊണ്ടാണ് സ്റ്റോക്ക് 6% മുകളിൽ വെള്ളിയാഴ്ച ഇടിഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വിറ്റഴിച്ച ചില സെക്ടറുകളെ കുറിച്ചാണ് പറയുന്നത്. 2026 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ വിദേശ നിക്ഷേപകർ, അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ വിപണിയിൽ ശക്തമായിട്ടുള്ള വിൽപ്പന നടത്തിയതായിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. മൊത്തത്തിൽ ഏകദേശം 2.42 ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ 18 സെക്ടറുകളിൽ നിന്നാണ് അവർ വിറ്റിരിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 91,685 കോടി രൂപയ്ക്കാണ് വിറ്റഴിച്ചത്. ബാങ്കുകൾ, NBFCകൾ, ഫിനാൻഷ്യൽ സ്റ്റോക്കുകൾ എന്നിവയിൽ സമ്മർദ്ദം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇനി അടുത്തതായി ഏറ്റവും കൂടുതൽ ഒരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടത് IT സെക്ടറായിരുന്നു. $2.7 ബില്യൺ അവർ സെല്ല് ചെയ്തത്. ഇതിൽ തന്നെ കുറഞ്ഞ വിൽപ്പന സമ്മർദ്ദം നേരിടുന്നത് കൺസ്ട്രക്ഷൻ സെഗ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും FIS ഇപ്പോഴും ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ എടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ടുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ നിർണായക യോഗം വീണ്ടും മാറ്റുകയാണ്. ടാറ്റ ട്രസ്റ്റിന്റെ നിർണായക യോഗം അവസാന നിമിഷത്തിൽ മെയ് 16 മാറ്റി. ആദ്യം അത് മെയ് 12 നിശ്ചയിച്ചതെങ്കിലും പിന്നീട് അത് മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് മെയ് 8 നിശ്ചയിച്ചിരുന്നു. അതാണ് ഇപ്പോൾ വീണ്ടും മാറ്റുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ മിക്ക മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. അതിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത് കോസ്പി മാർക്കറ്റാണ്. 3.7% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.54% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇടിവിലാണ്. 150 പോയിന്റ്സ് ഇടിഞ്ഞ് 24,090 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 135 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. US വിപണിയിലേക്ക് വാൾസ്ട്രീറ്റ് കഴിഞ്ഞ ആഴ്ച മികച്ച നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഞായറാഴ്ച രാത്രി US സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ യുദ്ധാവസാന നിർദ്ദേശം തള്ളിയതിനെ തുടർന്ന് ഇന്നിപ്പോൾ എണ്ണ വില നല്ലവണ്ണം കുതിച്ചുയർന്നിട്ടുണ്ട്. ഡൗ ഫ്യൂച്ചേഴ്സ് 170 പോയിന്റ്സിന്റെ ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $105 പെർ ബാരൽ എന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 4% മുകളിൽ നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഓഫർ US തള്ളിക്കളഞ്ഞതും നെതന്യാഹു ഇറാൻ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നും പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളായി. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $81,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസുകൾ ഇന്ന് 1% മുകളിലുള്ള ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ 1,11,720 എന്ന നിലയിലാണ്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് Q4 റിസൾട്ടുകൾ നോക്കാം. ഒത്തിരിയേറെ കമ്പനികൾ, അതായത് 400-ലേറെ കമ്പനികളുടെ റിസൾട്ടാണ് ഈ ആഴ്ച പുറത്തു വരാനിരിക്കുന്നത്. Q4 റിസൾട്ട് രേഖപ്പെടുത്തിയ ചില കമ്പനികൾ നോക്കാം. ABB ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 4 മടങ്ങിന്റെ വർധനമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
1784 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് പുറത്തു വന്നത്. റവന്യൂവിൽ 5.8% വർധനവാണ് വന്നിരിക്കുന്നത്. 3184 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ്. പ്രോഫിറ്റിൽ 21.5% വർധനവ് വന്നു. 419.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.9% വർധനവ് വന്നു. 5433.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സ്വിഗ്ഗിയാണ്. അവർ നെറ്റ് ലോസ് കുറച്ചിട്ടുണ്ട്. നെറ്റ് ലോസ് ആയി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 800 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1081 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. കൂടാതെ റവന്യൂവിൽ നല്ല വർധനവ് വന്നിരിക്കുന്നു. 44.7% വർധനവ് റവന്യൂവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഫുഡ് ഡെലിവറി റവന്യൂവിൽ 27.4% വർധനവും റിപ്പോർട്ട് ചെയ്തു. ക്വിക്ക് കൊമേഴ്സ് റവന്യൂവിലും വർധനവ് തന്നെയാണ്. 53.4% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അടുത്ത ബാങ്ക് ഓഫ് ബറോഡ എന്ന കമ്പനി പ്രോഫിറ്റിൽ 11.3% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 5615.7 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും വർധനവാണ്. 8.7% ഉയർന്ന് 12493.7 കോടി രൂപയിലാണ് എത്തി നിൽക്കുന്നത്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസും വർദ്ധിച്ചിരിക്കുകയാണ്. 103% വലിയൊരു വർധനവാണത്. 3150.5 കോടി രൂപയായിട്ടാണ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് ഉയർന്നിരിക്കുന്നത്. അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കമ്പനിയായിട്ട് പറയാനുള്ളത് JSW ഇൻഫ്രാസ്ട്രക്ചർ. പ്രോഫിറ്റായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 418.3 കോടി രൂപയാണ്. പ്രോഫിറ്റിൽ 17.9% വർധനവ് റിപ്പോർട്ട് ചെയ്തു. റവന്യൂവിൽ 18.6% ആണ് ഉയർന്നിരിക്കുന്നത്. 1522.3 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് നെറ്റ് പ്രോഫിറ്റിൽ 11.4% ഇടിവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 48.9 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 8.2% വർധനവ് 1533.5 കോടി രൂപയിൽ റവന്യൂ റിപ്പോർട്ട് ചെയ്തു. അടുത്ത ബിർള കോർപ്പറേഷൻ എന്ന കമ്പനി പ്രോഫിറ്റായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 294.8 കോടി രൂപയാണ്. 14.9% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ വെറും 0.75% വർധനവ് 2836.1 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. അടുത്ത മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ മറ്റൊരു കമ്പനി ഒബ്റോയ് റിയാലിറ്റി ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 62.4% വർധനവ് വന്നു. 703.3 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1749.8 കോടി രൂപയാണ്. 52.1% വർധനവാണ് റവന്യൂവിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ UPL, കാനറ ബാങ്ക്, ഇന്ത്യൻ ഹോട്ടൽ, അബോട്ട് ഇന്ത്യ, കൊറോണ റെമഡീസ്, ഫ്രാക്ടൽ അനലിറ്റിക്സ്, GR ഇൻഫ്ര, GE പവർ ഇന്ത്യ, JB കെമിക്കൽസ് ആൻഡ് ഫാർമ, JSW എനർജി, ബോൾഡ് ടെക് പാക്കേജിംഗ്, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, നുവാമ വെൽത്ത് മാനേജ്മെന്റ്, PNGS രവ ഡയമണ്ട് ജ്വല്ലറി, PVR ഇനോക്സ്, സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക്, ശ്യാം മെറ്റാലിക്സ്, സിർമ CGS ടെക്നോളജീസ് തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ഡാറ്റയിലേക്കാണ്. FIS 4111 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്ത്. DIS ആവട്ടെ 6748 കോടി രൂപയ്ക്ക് വളരെ ശക്തമായൊരു ബൈയിങ് നടത്തി. നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 24,176-ൽ 151 പോയിന്റ്സ് ഇടിഞ്ഞാണ്, അഥവാ 0.62% ഇടിഞ്ഞാണ്. ഇതിലും വലിയ ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായത്. പക്ഷേ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. നിഫ്റ്റിയെക്കുറിച്ച് വ്യാഴാഴ്ച തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. നിഫ്റ്റിയിൽ വരച്ച ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് വ്യാഴാഴ്ച ക്ലോസിംഗ് വെച്ചത് എന്ന്. അത്തരത്തിൽ വെള്ളിയാഴ്ചയും ആ ഒരു ബോക്സിനുള്ളിലായിട്ട് ഒരു നെഗറ്റീവ് ക്യാൻഡിലോട് കൂടിയാണ് ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഡൗൺ സൈഡിലെ ഈ ഒരു സോൺ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായി വരുന്നത്. അപ്സൈഡിലേക്ക് വന്നാൽ ആദ്യം ഈ ബോക്സിൻ്റെ അപ്സൈഡും അതിനുശേഷം ഈ മുകളിലുള്ള ഈ ഒരു സോണും വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കാം. നിഫ്റ്റിയിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന പുട്ട് സൈഡിലെ ചില സ്ട്രൈക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ളത് 24,500, അതിനുശേഷം 24,400 സ്ട്രൈക്ക്, അതിനുശേഷം 24,200 സ്ട്രൈക്കുമാണ്. അതായത് ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,200-ഉം ഒരു ക്രൂഷ്യലായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. ഇനി കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെ സ്ട്രൈക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 24,000 തന്നെയാണ് സൈക്കോളജിക്കൽ ഒരു ലെവലായിട്ട് വരുന്ന ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് വരുന്നത്.
അതിനുശേഷം 24,100 സ്ട്രൈക്കും വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ സൂചിപ്പിക്കുന്നതും. ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട സപ്പോർട്ടിന് അരികെയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതും. ഒരുപക്ഷെ അവിടെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഒരുപക്ഷെ അതിന് താഴെയായിട്ട് ഒരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്യാപ്പ് ഏരിയയൊക്കെ ഫിൽ ചെയ്യാനുള്ള സാധ്യത വരികയാണെങ്കിൽ കൂടുതൽ ഡൗൺ സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം തന്നെ ആശംസിക്കുന്നു. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി. ഹലോ.